ഹലോ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ ദിവസം യൂബറിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിലാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേറൊരു വണ്ടി ഇട്ട് ഇറങ്ങേണ്ടതെന്ന്. വേറൊരു വണ്ടിയല്ല, ഇത് മറ്റേ സെലേറിയാണ്. ഇന്നലെ ഞാൻ ഓൾട്ടോ ആയിരുന്നു, ഇത് സെലേറിയാണ്. സംഭവം സെറ്റാണ്. മറ്റേ പാട്ട് സെറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം പാട്ടൊക്കെ കേട്ട് നൈസായിട്ടിരിക്കുക. പോസ്റ്റാണ്, ഓട്ടം വരണം. ഓട്ടം വരുമോ ഇല്ല എന്നിങ്ങനെ നമ്മൾ കാത്ത് നോക്കിയിരിക്കണം. അപ്പോൾ ഒരോട്ടം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ്. ഇതിപ്പോൾ നമുക്ക് ഉറങ്ങണമെങ്കിൽ തന്നെ എന്തെങ്കിലും ലൈറ്റ് ഇല്ലാത്തടത്തോട്ട് ലൈറ്റ് ഇടാത്ത ഭാഗം തപ്പി 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 പോകണം. ഇപ്പം എന്താ CNG ഉണ്ടോ നോക്കാം. CNG എന്തോരം നോക്കാം. CNG ഇപ്പം എത്ര ഉണ്ട്? 1 2 3 4 5 6 7 കട്ടിയുണ്ട്. അത് മതിയായിരിക്കും. 10 ഒരു 9:30 ആകുമ്പോൾ മിനിമം ഉള്ള എല്ലാ CNG പമ്പ് അടയ്ക്കും. പിന്നെ നമ്മൾ എവിടെയാണെന്ന് CNG ഒക്കെ നോക്കി CNG രാത്രിയിലുള്ള ഈ 24 hours ഉള്ള പമ്പൊക്കെ ഉണ്ട്. എങ്കിലും അവിടെയൊക്കെ പോയി അടിക്കണം. നൈറ്റ് അവിടെ ഇറങ്ങിയ ശോകമാണ്. നമ്മൾ ടാസ്ക് കണ്ടുപിടിക്കണം, എവിടെയാണ്, ആരാണ്, എന്താണെന്നൊക്കെ. അപ്പം അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. വേറെ സീനായിട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒറ്റ കുഞ്ഞുങ്ങളല്ല. നൈറ്റാണ്. നമുക്കിപ്പോൾ എന്താണ് അത്യാവശ്യം ഫ്രീഡം ഉണ്ട്. പക്ഷെ കടകളൊന്നുമില്ല. എന്തെങ്കിലും കഴിക്കണമെന്ന് വല്ലതും തോന്നിക്കഴിഞ്ഞാൽ ടാസ്ക് ആയിരിക്കും. ഉറക്കം വരുമെന്ന് ചോദിച്ചാൽ ഉറക്കമേ ഉള്ളു. ഉറക്കം വരും. ഇനിയിപ്പം 10:30 കാരണം 5 മണിയൊക്കെ ആകുമ്പോൾ ഉറക്കം വന്നിട്ടുണ്ടല്ലേ, കണ്ണാട്ടഞ്ഞാട്ടഞ്ഞു പോവും. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇന്നലെ ഇറങ്ങിയപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കണ്ണാട്ടഞ്ഞാട്ടഞ്ഞ ഉറങ്ങിപ്പോയി. ഞാൻ ഒരു 2 സെക്കൻഡ് ഉറങ്ങിപ്പോയി. അപ്പോൾ എന്നെ ഞാൻ പേടിച്ചു പോയി. എന്നെങ്ങാണോ ഉറങ്ങിപ്പോയി വണ്ടി കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലല്ലേ. ഞാൻ ഫ്ലീറ്റിലോടുന്ന ആളാണ്. അപ്പോൾ ഫ്ലീറ്റിലോടുന്ന നമ്മുടെ വണ്ടിയിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഓണർ എന്തെങ്കിലും മേടിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. ഇവന്മാരൊക്കെ അല്ലേ, ഇവന്മാരുടെ മൈൻഡ് എന്താന്ന്. ടാക്സി ഫീൽഡല്ലേ ഇവന്മാർ തോന്നുന്ന വിധത്തിലൊക്കെ പറഞ്ഞാൽ പോലെ. ഇതിന് വലിയ ജോബ് സെക്യൂരിറ്റി ഇല്ല. നമ്മൾ പാവപ്പെട്ടവർ വന്ന് കഷ്ടപ്പെടുവാണല്ലോ. എന്തുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടായിരുന്ന ഒരു വണ്ടി എടുക്കാമായിരുന്നു. എൻ്റെ പൈസ ഇല്ല വണ്ടി എടുക്കാൻ. പൈസ ഉണ്ടായിരുന്നു നമ്മളൊരു വണ്ടി എടുത്തനായിരുന്നു. ഒരു മുതലാളിയുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. മുതലാളിയുടെ ഒരു കൺസെപ്റ്റ് വെച്ച് വേണം നമ്മൾ വർക്ക് ചെയ്യാൻ. അതെന്തൊരു പാടുള്ള പരിപാടിയാണെന്നറിയാമോ. അത് ഭയങ്കര ചടങ്ങാണ്. അതിപ്പോൾ എല്ലാ ഫീൽഡിലും കാണും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എക്സ്പീരിയൻസ് ഇപ്പോൾ അറിയാത്തവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു മച്ചാനുണ്ട്. ഒരു മച്ചാൻ കേറ്ററിങ്ങിന് വർക്ക് ചെയ്യുന്നതാണ്. കേറ്ററിങ്ങിന് വർക്ക് ചെയ്തിരുന്നിരിക്കുമ്പോൾ മച്ചാനിപ്പം ലെവലിൽ മാറി എന്ന് പറഞ്ഞാൽ ലെവലൊക്കെ മാറി. മച്ചാൻ കേറ്ററിങ്ങിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അല്ല എന്തൊരു വർക്കാണ് മച്ചാൻ്റെ അടുത്ത് മറ്റേ എന്തെങ്കിലും ജോലി നമ്മൾ അത് ചെയ്യുമെന്നെങ്കിൽ മച്ചാൻ്റെ അടുത്ത് വലിയ അധികാരത്തിൽ അതെടുത്ത് മാറ്റടാന്നൊക്കെ പറഞ്ഞ് മച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഭയങ്കര വിഷമമൊക്കെ ആയിട്ടുണ്ട്. അത്യാവശ്യം വിഷമം കാര്യങ്ങളൊക്കെ മച്ചാനായിട്ടുണ്ട്. മച്ചാൻ ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ആരുടെ അടുത്ത് എങ്കിലും പറഞ്ഞാലും നമുക്ക് അങ്ങനത്തെ വിഷമങ്ങളൊക്കെ മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ഒരു